أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولا عن مولا شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم. إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم. إن هذا ما كنتم به تمترون إن المتقين في مقام أمين في جنات وعيون يلبسون من سندس واستبرق متقابلين يطاف كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم. فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون. അന്തിമ വിധിയുടെ ദിവസം അവരെല്ലാവരുടെയും നിർണായക സമയമാണ് തീർച്ച. അതായത് ഒരു ആത്മമിത്രവും മറ്റൊരു മിത്രത്തിന് ഒരുവിധ പ്രയോജനവും ചെയ്യാത്ത ദിവസം. അവർ അന്ന് സഹായിക്കപ്പെടുന്നതുമല്ല. അള്ളാഹു കരുണ ചെയ്തവർ ഒഴികെ നിശ്ചയം അവൻ തന്നെയാണ് ഏറ്റവും അജയ്യനും പരമദയാലുവും. തീർച്ചയായും സക്കൂം വൃക്ഷം മഹാപാപികളുടെ ഭക്ഷണമാണ്. ലോഹദ്രാവകം പോലെയാണിത്. ചുടുജലം തിളച്ചുമറിയും വിധം അത് വയറ്റിനുള്ളിൽ തിളച്ചുമറിയും. ശിക്ഷിക്കാൻ ഏൽപ്പിച്ച മലക്കുകളോട് പറയും, അവനെ പിടിച്ച് നരകത്തിൻ്റെ നടുവിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോവുക. പിന്നെ അവൻ്റെ തലക്കുമീതെ തിളച്ച വെള്ളമൊഴിച്ച് ശിക്ഷിക്കുക. പരിഹാസരൂപേണ അവനോട് പറയും, നീ ആസ്വദിക്കുക, നീ വലിയ പ്രതാപിയും ആദരണീയനുമല്ലേ. നിങ്ങൾ സംശയിച്ചു കൊണ്ടിരുന്ന ശിക്ഷ തന്നെയാണിത്. നിശ്ചയം ഭക്തി പുലർത്തുന്നവർ സുരക്ഷിത സ്ഥാനത്തായിരിക്കും. അതായത് ചില തോട്ടങ്ങളിലും അരുവികളിലും നേർത്തതും കനത്തതുമായ പട്ടുടയാടകൾ ധരിച്ച് അവർ ആനന്ദത്തോടെ മുഖാമുഖം നോക്കിയിരിക്കും. കാര്യം ഇങ്ങനെയാണ്. മനോഹര നയനങ്ങളുള്ള അപ്സര സുന്ദരികളെ പൂർവ്വങ്ങളെ നാം അവർക്ക് ഇണയാക്കി കൊടുക്കും. അവർ അവിടെ നിർഭയരായി സർവ്വവിധ പഴങ്ങളും ആവശ്യപ്പെടും. ഭൗതിക ലോകത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്കവിടെ അനുഭവിക്കാനില്ല. ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. താങ്കളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമായിട്ടാണിതെല്ലാം. അതുതന്നെയാണ് അതിമഹത്തായ വിജയം. എന്നാൽ ഈ ഖുർആൻ നാം താങ്കളുടെ ഭാഷയിൽ ലളിതമാക്കി തന്നത് അവർ ഉത്ബുദ്ധരാകാൻ വേണ്ടി മാത്രമാണ്. നിശ്ചയം അവർ കാത്തിരിക്കുകയാണ്. താങ്കളും കാത്തിരിക്കുക.